ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് മുഖം തിളക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒറ്റ ദിവസത്തിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണിത്. നമുക്ക് വെയിലേറ്റ് വന്ന കറുത്ത പാടും കരിവാളിപ്പം എല്ലാം മാറിയിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അരിപ്പൊടിയാണ്. അരിപ്പൊടി പച്ചരിപ്പൊടി എടുക്കുക. വറുക്കാത്ത പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത് കേട്ടോ. നല്ല ഫൈനായിട്ടുള്ള പൗഡേർഡ് ആയിട്ടുള്ള അരിപ്പൊടി വേണം. അതിലേക്ക് 1 ടീസ്പൂണോളം കടലമാവ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കടലമാവും അരിപ്പൊടിയും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള 2 സാധനമാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. തൈരും ഒരു ഫേസ് പാക്കിൽ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യാനാണെങ്കിൽ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് തൈര് എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടികൾ, കമ്പനി മഞ്ഞൾപ്പൊടികൾ യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അതിലൊരുപാട് പ്രിസർവേറ്റീവ്സ് എല്ലാം ചേർത്തിട്ടുണ്ടാവും. അതൊന്നും ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് റോസ് വാട്ടറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നോർമൽ സ്കിന്നുകാരാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ ഇങ്ങനെയുള്ള ഫേസ് പാക്ക് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് ഒരിക്കലും നിങ്ങളെ ഫേസിലേക്ക് ഇടാൻ പാടില്ല, സെൻസിറ്റീവ് സ്കിന്നുകാർ. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കും തൈരും പാലും എല്ലാം അത്യാവശ്യം നല്ലത് തന്നെയാണ്. റോസ് വാട്ടർ അത്ര സൂട്ടാവില്ല കേട്ടോ ഡ്രൈ സ്കിന്നുകാർക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. അപ്പോൾ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ തൈരോ കുറച്ച് കൂടുതൽ എടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി തുടച്ച മുഖത്തേക്ക് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർക്കുലർ മോഷനിൽ 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഫേസിൽ എല്ലാ ഭാഗത്തും അതേപോലെ തന്നെ കഴുത്തിലും തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഡ്രൈ ആകുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ ഇത് കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കഴുകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെയുള്ള ഫേസ് പാക്കെല്ലാം മുഖത്ത് യൂസ് ചെയ്ത് കഴുകിക്കളയുന്ന സമയത്ത് ഒരിക്കലും ഫേസ് വാഷും സോപ്പൊന്നും ഉപയോഗിച്ചിട്ട് കൈ കളയാൻ പാടില്ല. ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു സാധനം നമ്മുടെ മുഖത്ത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത്, അതായത് നമ്മൾ മുഖത്ത് സോപ്പ് തേക്കുന്നത് പോലെ ആ ഒരു ഫേസ് പാക്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകിയെടുക്കുക എന്നാണെങ്കിൽ ഒരു അടിപൊളി റിസൾട്ടായിരിക്കും. മുഖം വെറുതെ വെള്ളമൊഴിച്ച് കഴുകി കളയുന്നതിന് പകരം ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് മുഖത്തേക്ക്, അതായത് സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് അതൊന്ന് റിമൂവ് ചെയ്തെടുക്കുക എന്നാണെങ്കിൽ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒറ്റ യൂസിൽ തന്നെ നമ്മൾ ആ ഒരു മുഖത്തിനുള്ള ആ ഒരു ഡൾനെസ് എല്ലാം മാറിയിട്ട് മുഖം നല്ലൊരു ഗ്ലോ വരാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു പാർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖത്ത് മേക്കപ്പ് എല്ലാം ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴുകി കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ മേലൊരു ഇതെല്ലാം ഇടുക എന്നാണെങ്കിൽ, ചെറുതായിട്ടൊരു മേക്കപ്പ് എല്ലാം ചെയ്യാമെന്നാണെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. ഇനി ഒരു ഗസ്റ്റ് എല്ലാം വരുന്നതാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് മാത്രമേ യൂസ് ചെയ്ത് മുഖം കഴുകിക്കളയാണെന്നാണെങ്കിൽ ഒരു നല്ലൊരു തിളക്കം ഉണ്ടാവും കേട്ടോ. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഡെയിലി യൂസ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, അരിപ്പൊടിക്ക് ഒരിക്കലും തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ല പൗഡേർഡ് ആയിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കണം. ഡെയിലി യൂസ് ചെയ്താൽ നല്ലൊരു ഫേസ് പാക്കാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്താൽ നിങ്ങൾക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഞാനീ കാണിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ആ ഒരു ഗ്ലോ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. നമ്മുടെ കൈകളിൽ കാണുന്നതിനേക്കാളും ഗ്ലോ നമ്മുടെ ഫേസിൽ കാണും. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഇതിൽ ഞാൻ ആഡ് ചെയ്ത എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് അലർജിയോ മറ്റോ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് മുഖത്തേക്ക് യൂസ് ചെയ്യരുത് കേട്ടോ. ചിലർക്ക് മഞ്ഞളെല്ലാം അലർജി ഉണ്ടാവും. അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.